പ്രിയപ്പെട്ട സഹോദരന്മാരെ, യാസിറാണ് പൂക്കോട്ടുംപാടം. ഇർഫാന എന്ന് പറയുന്ന സഹോദരിയുടെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഇസ്ലാം മതം കാരുണ്യത്തിൻ്റെയും മാനവികതയുടെയും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും മനുഷ്യരോട് അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരോട് നന്മ ചെയ്യാനും നീതി പുലർത്താനും കൽപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂതൻ്റെ ശവമഞ്ചം കടന്നുപോയപ്പോൾ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്ന ചരിത്രമുണ്ട്. അതൊരു മനുഷ്യജീവനല്ലേ എന്നായിരുന്നു അന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപരൻ്റെ വിശ്വാസങ്ങൾ എന്തു തന്നെയായാലും അവരെ ഉപദ്രവിക്കാതിരിക്കാനും അവരോട് കാരുണ്യം കാണിക്കാനും ഇസ്ലാം പഠിപ്പിക്കണം. മുസ്ലിം ലീഗ് വനിതാ നേതാവ് തൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ കാരുണ്യവും പ്രവാചകൻ്റെ മാതൃകയുമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. മറ്റൊരു മതസ്ഥൻ്റെ മൃതദേഹത്തോട് കാണിച്ച ഈ ആദരവ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ സഹിഷ്ണുതയുടെയും മാനവികതയുടെയും ഒക്കെ തെളിവാണ്. മനുഷ്യനെന്ന നിലയിൽ പരസ്പരം പുലർത്തേണ്ട കാരുണ്യവും സ്നേഹവുമാണ് എല്ലാ സാമൂഹിക നിയമങ്ങൾക്കും മുകളിൽ നിൽക്കുന്നത്. ജാതിയോ മതമോ രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളോ നോക്കാതെ അശരണരായ ഒരു സഹജീവിക്ക് താങ്ങാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം. സ്വന്തം കുടുംബവും കൂട്ടരും ഒരുപോലെ ഉപേക്ഷിച്ച ഒരു മനുഷ്യന് മരണശേഷമെങ്കിലും അന്തസ്സായ ഒരു യാത്രയയപ്പ് നൽകാൻ തയ്യാറായതിലൂടെ ഇർഫാന ഉയർത്തിപ്പിടിക്കുന്നത് ഉദാത്തമായ മനുഷ്യ സ്നേഹമാണ്. അത് മതം നോക്കിയല്ല, മറിച്ച് സഹജീവിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞാണ് മനുഷ്യത്വം പ്രവർത്തിക്കേണ്ടത് എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം പലപ്പോഴും മുസ്ലിം വിരുദ്ധതയിലും വിദ്വേഷ പ്രചരണങ്ങളിലുമാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന വിമർശനം പൊതുസമൂഹത്തിൽ വളരെ ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിം ജനവിഭാഗങ്ങളെ പാർശ്വവൽക്കരിക്കാനും അപരവൽക്കരിക്കാനും ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ മുൻപന്തിയിൽ നിന്ന ഒരു സംഘടനയുടെ പ്രവർത്തകനാണ് ഇവിടെ നാരായണൻ. എന്നാൽ സംഘപരിവാര വിഭജന രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ പോലും ഒരു സാധാരണ മുസ്ലിം സ്ത്രീ തൻ്റെ മതപരമായ മൂല്യങ്ങളും രാഷ്ട്രീയ ബോധ്യങ്ങളും ഉയർത്തിപ്പിടിച്ച് അതേ സംഘടനയിലെ മുൻ പ്രവർത്തകന് ചിതയൊരുക്കാൻ തയ്യാറാകുമ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് സ്നേഹവും കാരുണ്യവും കൊണ്ട് നൽകിയ ശക്തമായ ഒരു മറുപടി കൂടിയാണിത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വർഗീയതയും രാഷ്ട്രീയ വിദ്വേഷവുമല്ല, മറിച്ച് മനുഷ്യപ്പറ്റാണ് നിലനിൽക്കുക എന്നതാണ് ഈ വീഡിയോ, ഈ ചിത്രങ്ങൾ ലോകത്ത് പറയുന്നത്. ഏതായാലും ആ സഹോദരിയുടെ പ്രവർത്തനങ്ങളെ വളരെ സന്തോഷപൂർവ്വം മനസ്സിന് കൺകുളിർമയേകുന്ന അത്തരം കാഴ്ചയായി പരസ്പരം സ്നേഹിക്കാനും മനുഷ്യനെ മനസ്സിലാക്കാനും ഇതൊക്കെ വലിയ ഉദാഹരണമാണ് ഇന്നിൻ്റെ കാലത്ത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.